ഹലോ ഗായ്സ്, അങ്ങനെ ഇന്ന് ഞാൻ വന്നത് എന്തറിയോ, ഒരു സഡൻലി പ്ലാനിട്ട ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ വീഡിയോ വെച്ചില്ലെങ്കിൽ നമ്മൾ ഇന്ന് കോഴിക്കോട് ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാനിട്ട് കുറേ ദിവസം മുമ്പേ ഗ്രൂപ്പാക്കി ഇതാക്കിയിട്ടല്ലോ ഓരോരോ പ്ലാനിട്ടെങ്കിൽ ഏടി പോക്കുണ്ടായില്ല. അപ്പൻ്റെ പ്ലാനിട്ടിട്ട് അപ്പൻ്റെ പോകണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതായത് സമീർ ചാൻ്റെ ഫാമിലിയും ഞാനും എൻ്റെ സിസ്റ്ററും ഇങ്ങനെ നമ്മൾ റിക്ഷയിൽ പോകുന്നുണ്ടെന്ന് വെച്ചില്ലെങ്കിൽ റിക്ഷയിൽ തന്നെ കോഴിക്കോട്ടേക്ക് പോകുന്നതല്ല. നമ്മൾ എന്താക്കുന്നത്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയിട്ടായിട്ട് നമ്മളെ കോഴിക്കോട്ടേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ഇടത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ അടിപൊളിയാക്കിയും പണ്ടത്തെ റെയിൽവേ സ്റ്റേഷനേ അല്ല. പണ്ടെല്ലാം ഞങ്ങൾക്ക് കാണുമ്പോൾ നല്ല ബേജാറാകുന്നുണ്ടായിന്. ഇപ്പം നമ്മൾ എന്താക്കി, സന്തോഷമായി. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തിട്ടായിട്ട് നമ്മൾ ട്രെയിൻ കാത്തുക്കണമല്ലോ. നമുക്ക് 5:15 നമ്മളെ ട്രെയിൻ. അങ്ങനെ നമ്മൾ എന്താക്കി, ഒരു സ്ഥലത്തേക്ക് ഇരുന്ന് ഭയങ്കര വെയിലായതുകൊണ്ടില്ല സീറ്റ് തന്നെ കുറച്ച് ഇങ്ങോട്ടേക്ക് വെച്ചിട്ടിരുന്നത്. ഇതാണ് നമ്മളെ ഇനൂസിനെ അറിയാത്ത ആരുമില്ലല്ലോ. ഇനൂസ് എല്ലാവർക്കും വേണ്ടി ഒരു സ്മൈൽ പാസ്സാക്കി തന്നേന്. അങ്ങനെ നമ്മൾ ട്രെയിൻ വരുന്ന ടൈമാകുമ്പോൾ കുറച്ച് മുമ്പിലേക്ക് നടക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ബുക്കിംഗ് ആക്കിയിട്ടല്ല പോകുന്നത്, നമ്മൾ ജനറലിലാണ് കയറുന്നത്. നമുക്ക് ഭയങ്കര ടെൻഷൻ, ആൾക്കാരുണ്ടാവും. അങ്ങനെ ഫൈനലി നമ്മൾ ട്രെയിനിലെത്തിയിട്ട് നമ്മൾ എങ്ങനെ ഉന്തി കയറിയിട്ടാകുമ്പോൾ നമുക്ക് സീറ്റ് കിട്ടി. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ സീറ്റ് കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ എല്ലാവരും സന്തോഷത്തിൽ ഒരു ചിരി പാസ്സാക്കി. അങ്ങനെ നമ്മൾ കുറേ കാഴ്ചയെല്ലാം കണ്ടിട്ട് കുറേ സമയം ഇരിക്കുമ്പോൾ ഇല്ല ഒരു പിടിച്ചൽ തന്നെ. എന്നാലും സാല നമ്മളെ മുമ്പിൽ തന്നെയല്ല ഒരു ബേബി ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് സമയമല്ല പോയിന്. അങ്ങനെ നമ്മൾ ഫൈനലി ഒരു 8 മണിയാകുമ്പോൾ നമ്മൾ കോഴിക്കോടെത്തി. ഈ തട്ടം കാണിക്കുന്നത് ഞാൻ എൻ്റെ പാത്തിയാണ് വീഡിയോ എടുക്കേണ്ട ചൊല്ലിയിട്ട്. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയപ്പോൾ ആടുണ്ടാക്കുന്നത് പുറത്തേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ കോഴിക്കോട് ബീച്ചിലാണ് പോകാൻ കഴിഞ്ഞത്. പക്ഷേ റിക്ഷക്കാർ ചൊല്ലി ഇവിടെ അടുത്ത് നടക്കേണ്ട ദൂരെയുള്ള മിഠായി തെരുവിൽ നിങ്ങൾ ആടെ ഫസ്റ്റ് പോകുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു നമ്മൾ മിഠായി തെരുവിലത്തെ വീഡിയോ ഫസ്റ്റ് കാണിച്ചു തരാം. അങ്ങനെ പാർട്ട് 2 ഏത് വീഡിയോ, നമ്മൾ കോഴിക്കോട് ബീച്ചിലത്തെ വീഡിയോ, അതും ആരും മിസ്സാക്കരുത്. അങ്ങനെ നമ്മൾ എന്താക്കി, കോഴിക്കോട് മിഠായി തെരുവിലേക്കാണ് നമ്മളെ ഫസ്റ്റത്തെ യാത്ര. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ആളെല്ലാവർക്കും ഷെയർ ആക്കിയിട്ട് എന്നെ സപ്പോർട്ടാക്കണമോ. അങ്ങനെ നമ്മൾ എന്താക്കി, കോഴിക്കോട് ബീച്ചിലേക്ക് എത്തുമ്പോഴേക്ക് ഒരു ആൾക്കാരും ആട് ഒരു പാങ്ങനെ ചെറിയ പാങ്ങനെ. കാരണം അത് ഇത് എന്ത് സാധനം, എല്ലാ സാധനവും വിലക്കുറവിലുണ്ട്, നല്ല സെലക്ഷനും ഉണ്ട്. അങ്ങനെ നമ്മൾ എന്താക്കി, കുറേ സാധനം നോക്കി, വാച്ച് നോക്കി, പിന്നെ കുറേ ടോപ്പ് കാണുമ്പോഴേക്കല്ലേ പിന്നെ നമ്മൾ ഇങ്ങനെ വിചാരിച്ചിട്ട് പോയതല്ല, നമ്മൾ പൈസ ഒന്നും കൊണ്ടുപോയിട്ട. അങ്ങനെ നമ്മൾ വിചാരിച്ചു എനിക്ക് പൈസ എല്ലാം കൊണ്ടുവരാമെന്ന്. അങ്ങനെ നമ്മൾ വരുത്തും ഉണ്ടായില്ല, അത് വേറെ കഥ. അങ്ങനെ ഞാൻ എന്താക്കി, നമുക്ക് കുറേ നടക്കുമ്പോഴേക്ക് കാല് കടിയോല, എവിടെയെങ്കിലും ഇരിക്കാനുള്ള സ്ഥലമെല്ലാം കിട്ടിപ്പോയെങ്കിൽ അന്നേരം വിചാരിച്ചേ. പക്ഷെ കിട്ടൂല, കാരണം അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഇല്ല. നമ്മൾ വിചാരിച്ചില്ല. ഫൈനലി നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കാം, പൈച്ചിട്ട് കഴിഞ്ഞില്ല. എന്നാലും നമുക്ക് കുറച്ച് സാധനം മേങ്ങിട്ട് അവിടെ വന്നതല്ലേ വിചാരിച്ചിട്ട് ടോപ്പെല്ലാം നോക്കി. പക്ഷേ മേങ്ങിട്ട ഞാൻ ആകെ ഒരു ഫോണിൻ്റെ കവർ വാങ്ങി. അവിടെ നല്ല കളക്ഷനിലുള്ള ഫോണിൻ്റെ കവർ ഉണ്ടായതുകൊണ്ട് അത് മേങ്ങി. അങ്ങനെ ബാക്കി എല്ലാ സാധനവും നമ്മൾ ഇങ്ങനെ റേറ്റ് ചോദിച്ചുകൊണ്ട് അത് മേങ്ങനെ ആർക്കെങ്കിലും അറിയണമല്ലോ നമ്മൾ എന്തെങ്കിലും മേങ്ങാൻ വന്നാൽ. അങ്ങനെ നമ്മൾ കുറേ നോക്കി. അങ്ങനെ നമ്മൾ വിചാരിച്ച് ഇനി ഫുഡ് കഴിക്കാം. അതിന് കുറച്ചെങ്കിലും നടക്കാൻ കഴിയല, ക്ഷീണമായിട്ട് വീണു. കാരണം ചൂടും അത് ഇനി എന്തെല്ലാം ആയിപ്പോൾ. ഞമ്മ ചിക്കൻ തിന്നണം അല്ലെങ്കിൽ വെജ് തിന്നണം എന്നുള്ള കൺഫ്യൂഷനിൽ. ചിക്കൻ തിന്നെങ്കിൽ കഴിയില്ല, കാരണം പുറത്ത് പോയെങ്കിൽ ഞാൻ അധികം ചിക്കൻ തിന്നലില്ല, ഫുള്ള് വെജാണ്. അങ്ങനെ ആര്യഭവൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ കയറിയിട്ടായിട്ട് ഞമ്മ എന്താക്കി, പൂരിയും ബാജിക്കറിയും പിന്നെ കുറേ ആൾക്കാർ മസാല ദോശയും മേങ്ങി, പിന്നെ ഒരു മുസമ്പി ജ്യൂസെല്ലാം മേങ്ങിയിട്ടിട്ട് ഞമ്മ തിന്നിട്ടെല്ലായിട്ട് നമ്മൾ കൈറ്റാകുമ്പോൾ കാണാം. ആ കാഴ്ച കാണുന്നത് നമ്മളെ മൂസാക്ക, ഏത് മൂസാക്ക, MAT മൂസലത്തെ